ഹലോ, ഇന്നത്തെ വീഡിയോയും ഒരു സ്പീഡ് ക്ലീനിങ് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ്. കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്പോസിബിൾ വൈപ്സ് യൂസ് ചെയ്യുക പെട്ടെന്ന് സർഫസ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. അതായത് നമ്മൾ കൗണ്ടേഴ്സ്, സ്വിച്ചസ്, ചെറിയ ചെറിയ മെസ്സുകൾ, ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്പോസിബിൾ വൈപ്സ് യൂസ് ചെയ്യാം. അപ്പോൾ കുറേ തുണികളും കുറേ ക്ലീനിങ് സൊല്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ വൈപ്സിൽ തന്നെ നനവും ആ ക്ലീനിങ് സൊല്യൂഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നല്ല കൺവീനിയൻ്റ് ആണ്. പെട്ടെന്ന് നമുക്ക് ടച്ചപ്പ് ചെയ്യാം, പിന്നെ ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഹൈ ട്രാഫിക് ആയിട്ടുള്ള ഏരിയാസെല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്പീഡ് ക്ലീനിങ് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാനും പറ്റും, പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് ചെയ്തെടുക്കാനും പറ്റും. സ്റ്റിക്കി ആയിട്ടുള്ള ഏരിയകൾ, പിന്നെ സ്പിൽസ് തുടയ്ക്കാൻ, ബാത്റൂംസ് ക്വിക്കായിട്ടൊന്ന് വൈപ്പ് ഡൗൺ ചെയ്യാനെല്ലാം ഈ ഒരു ഡിസ്പോസിബിൾ വൈപ്സ് വെച്ചിട്ടുള്ള ഹാക്ക് ഹെൽപ്പ് ചെയ്യും. അത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അടുത്തൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ക്ലീനിങ് മ്യൂസിക്, ആ മ്യൂസിക് എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോഡ്കാസ്റ്റ് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എനർജി കിട്ടുന്നു, നല്ല എൻജോയബിൾ ആയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും അതൊരു ഫണ്ണായിട്ട് എടുക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. നല്ലൊരു ലൈവ്ലി പ്ലേലിസ്റ്റ് തന്നെ ആവാൻ വേണ്ടിയിട്ട് ഇരിക്കും. അപ്പോൾ നല്ലൊരു ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പണിയെടുക്കുന്നു എന്നുള്ള ആ ഒരു ബോറടിയോ ആ ഒരു വിഷമോ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് എത്ര ട്രാക്കായി എന്നുള്ളത് നമുക്ക് സബ് കോൺഷ്യസ്ലി നമുക്ക് ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും, ടൈമൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ പെയർ ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു മോട്ടിവേഷനും കിട്ടും, എഫിഷ്യൻസിയും കിട്ടും. പെട്ടെന്ന് തന്നെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും, അധികം എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. പിന്നെ ഗ്ലാസ് മിറേഴ്സിനൊക്കെ സ്ക്വീജീസ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വാട്ടർ സ്പോട്ട്സ്, മിറേഴ്സ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് അങ്ങ് ഒറ്റ ഇതിലങ്ങ് ക്ലീൻ ചെയ്യാൻ പറ്റും. ക്ലോത്ത് വെച്ച് വൈപ്പ് ചെയ്യുന്നതിനേക്കാളും ഈ മാർക്കുകൾ വീഴാതെ ഒരു പോളിഷ്ഡ് ലുക്ക് വരാൻ അത് ഹെൽപ്പ് ചെയ്യും. റിപ്പീറ്റീവായിട്ട് സ്ക്രബ് ചെയ്യുന്നതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നല്ലൊരു ഷൈനി സർഫസ് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒന്ന് ബാത്റൂമിലോ ഒന്ന് കിച്ചണിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ പണി നമുക്ക് തീർത്തെടുക്കാൻ പറ്റും. ലാസ്റ്റ് മിനിറ്റ് ക്ലീനിങ്ങിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേനും. പിന്നെ ഒരു റൂം അറ്റ് എ ടൈം വേണമെങ്കിൽ ഹാൻഡിൽ ചെയ്യാം. ആ ഒരു റൂം തീർത്തതിന് ശേഷം അടുത്തേക്ക് പോവുക. മൾട്ടി ടാസ്കിങ്, പല റൂമിൽ പല ഒരുമിച്ച് ചെയ്യാൻ നിന്നാൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും, പിന്നെ പകുതി വെച്ചിട്ട് നമ്മൾ നിർത്തിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു റൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കംപ്ലീറ്റ് ചെയ്തൊരു ഫീല് കിട്ടും. ആ വിസിബിൾ പ്രോഗ്രസ് കാണുമ്പോൾ കുറച്ചൊരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ റൂം ബൈ റൂം വെച്ചിട്ടുള്ള സ്ട്രാറ്റജി ആണെങ്കിൽ നമുക്ക് കുറേ കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടും ക്ലീനിങ് തീർക്കാൻ പറ്റും. പിന്നെ ടൈം നമുക്ക് ഒന്ന് ട്രാക്ക് ചെയ്യാനും പറ്റും. ഒരു ഏരിയയും നമ്മൾ പോയിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാം. കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരു ഏരിയ ചെയ്യുമ്പോഴാണ് സ്പീഡ് ക്ലീനിങ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ആദ്യം നമ്മൾ ഐറ്റംസ് എടുക്കുക, പിന്നെ നമ്മൾ വൈപ്പ് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്ലോറ് ലാസ്റ്റ് ക്ലീൻ ചെയ്യുക. അതായത് സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എടുക്കുക, പിന്നെ നമ്മുടെ ഡസ്റ്റോ വൈപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞ് ഫ്ലോർ ക്ലീൻ ചെയ്യുക. അതാണ് ഒരു 3 സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. റിപ്പീറ്റീവ് ക്ലീനിങ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ടോപ്പ് ടു ബോട്ടം എന്നുള്ള ആ ഒരു ഇത്. അപ്പോൾ സർഫസസ് നമ്മൾ ക്ലിയർ ചെയ്യുക വൈപ്പ് ചെയ്യുന്നതിന് മുന്നേ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ കുറേ പ്രാവശ്യം സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യേണ്ടി വരും. പിന്നെ ലാസ്റ്റ് നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ സാധനങ്ങൾ താഴെ വീണിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലീൻ ചെയ്ത് മാറ്റാനും പറ്റും. അപ്പോൾ ഇതൊരു ലോജിക്കൽ സീക്വൻസ് ആണ്. അപ്പോൾ നമ്മുടെ ടൈമും എനർജിയൊക്കെ ലാഭിക്കാൻ പറ്റും. പിന്നെ ഡസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പല റൂമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡസ്റ്റിംഗ് ടൂൾസ് യൂസ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ ഷെൽഫ്സിൻ്റെ മുകളിൽ ക്ലീൻ ചെയ്യാൻ സീലിംഗ് ഫാന്, പിന്നെ ഒരു കോർണേഴ്സൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടൂൾസ് ഉണ്ടാവില്ലേ, അത് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് അവിടെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയുക, പെട്ടെന്നൊന്ന് ഡസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു സെഷനിൽ തന്നെ ഡസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് അടുത്ത പോയിൻ്റ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലീനിങ് സെഷൻസ്, നമുക്ക് ഈ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് മടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചെറിയ ക്ലീനിങ് സെഷൻസ് ആകുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കൂടുതൽ നേരം നമുക്ക് ചെയ്യാൻ പറ്റും. വലിയ നമുക്ക് തളർച്ചയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ടൈഡി ആയിട്ട് വെക്കാനും പറ്റും.
അപ്പോൾ ചെറിയ ടാസ്കുകൾ, അതായത് കൗണ്ടേഴ്സ് വൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലട്ടർ ജസ്റ്റ് മാറ്റുക, ഒരു റൂം മാത്രം വാക്യൂം ചെയ്യുക, അങ്ങനെയാകുമ്പോൾ ഒരുപാട് ജോലി ഉണ്ടെന്നുള്ള മൈൻഡിനെ നമുക്ക് ട്രിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഫ്രീക്വൻ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ മെസ്സ് ബിൽഡ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാനും പറ്റും. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ സെഷൻ തീർക്കാനും പറ്റും. അപ്പോൾ ഇതൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കാനും പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാനും നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. ഒരു മൊമെൻ്റ് ഉണ്ടാക്കുകയും ചെയ്യും. ടാസ്കുകൾ കൂടുതൽ മാനേജബിളായിട്ട് തോന്നുകയും ചെയ്യും. പിന്നെ നമ്മുടെ എൻട്രി വേസ് എപ്പോഴും ടൈഡി ആക്കി വെക്കുക. എൻട്രൻസ് അൺടൈഡി ആണെങ്കിൽ തന്നെ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഒരു എൻട്രൻസ് നല്ല സെറ്റായിട്ടുണ്ടെങ്കിൽ ഒരു ടോൺ ഉണ്ടാവും. പിന്നെ ഷൂസ്, കോട്ട്, ബാഗ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് കറക്റ്റായിട്ട് വയ്ക്കുക. ഒരു ബാസ്ക്കറ്റോ ഒരു ഓർഗനൈസറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ക്ലിയർ ചെയ്യാം. നല്ലൊരു ടൈഡി എൻട്രി വേ ആണെങ്കിൽ വീടിൻ്റെ മൊത്തത്തിലുള്ള അപ്പിയറൻസ് നന്നായിട്ടിരിക്കുകയും ചെയ്യും. സ്പീഡ് ക്ലീനിങ് തന്നെ ഈസി ആവുകയും ചെയ്യും. പിന്നെ ക്ലട്ടർ കൺട്രോൾ ചെയ്യുന്നത് എൻഷുർ ചെയ്യും. അതായത് നമ്മൾ കുറച്ച് സമയമേ ക്ലീനിങ് സെഷൻസിന് യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല എൻട്രി വേ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഒരേപോലെ ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. ഗ്രൂപ്പ് ചെയ്യുക. അതായത് ഡസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം ഡസ്റ്റ് ചെയ്യുക, കൗണ്ടർ വൈപ്പ് ചെയ്യുമ്പോൾ എല്ലാ കൗണ്ടറും കൂടി അങ്ങോട്ട് വൈപ്പ് ചെയ്യുക, വാക്യൂം ചെയ്യുമ്പോൾ അങ്ങോട്ട് വാക്യൂം ചെയ്യുക. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. നമ്മൾ ഒരു റൂം ചെയ്യുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ കിട്ടുമെന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടാസ്കുകൾ ഗ്രൂപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ടാസ്ക് കഴിഞ്ഞ് പിന്നെ അടുത്തേക്ക് പോയി അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതും നമ്മുടെ എഫിഷ്യൻസി കൂട്ടും. പിന്നെ ഫോക്കസ് ആയിട്ട് നമ്മൾ ഒരു ടാസ്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്പീഡ് കൂട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് അതൊന്ന് ചെയ്യുക. അപ്പം പിന്നെ ടാസ്കുകൾ ബാച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മെൻ്റൽ ലോഡ് കുറയാനും ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം. ക്വിക്കായിട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്യണമെങ്കിൽ ബേക്കിംഗ് സോഡ നല്ലൊരു സംഭവമാണ്. സിങ്ക് ആണെങ്കിലും സ്റ്റൗ ടോപ്പ് ആണെങ്കിലും കൗണ്ടേഴ്സ് ആണെങ്കിലും എല്ലാം നമുക്ക് ഈസി ആയിട്ട് സ്ക്രബ് ചെയ്യാം. കുറച്ച് എഫേർട്ട് എടുക്കുകയുള്ളൂ. പിന്നെ നാച്ചുറലായിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കെമിക്കൽസ് വെച്ചിട്ട് ഒത്തിരി സ്ക്രബിങ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാം. ഒരു ചെറിയ സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമുക്കൊരു നനഞ്ഞ തുണി വെച്ചിട്ട് നമുക്കൊന്ന് വൈപ്പ് ചെയ്താൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ബേക്കിംഗ് സോഡ നമുക്ക് ഒരുപാട് സർഫസസിൽ യൂസ് ചെയ്യാം. അപ്പോൾ ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം. പിന്നെ സിമ്പിളായിട്ടുള്ള മൾട്ടിപർപ്പസ് ആയിട്ടുള്ള നാച്ചുറൽ ക്ലീനേഴ്സും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ട്രാഷ് ബിന്നും റീസൈക്ലിംഗ് ബിൻസും എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പാകത്തിന് വയ്ക്കുക. മിക്കവാറും ബിൻസ് എല്ലാ ബാസ്ക്കറ്റ്സിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രാഷ് അവിടെ ഇവിടെയും ഇടാതെ അതിലോട്ട് തന്നെ നമുക്ക് ഇടാൻ പറ്റും. അപ്പം ക്ലീൻ ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിൽ ഈ ഒരു ബിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രാഷ് അതിലോട്ട് ചെയ്യാം. അപ്പോൾ ട്രാഷ് ഒരുപാട് അവിടെ ഇവിടെ ഇതില്ല, നമുക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ബിൻസ് ഉണ്ടെങ്കിൽ ട്രാഷ് എപ്പോഴും അതിനകത്ത് അക്യുമുലേറ്റ് ആയിക്കോളും. പിന്നെന്താ, അപ്പോൾ അത് നല്ലതാണ് അങ്ങനെ നോക്കുന്നത്. പിന്നെ നമ്മൾ കയ്യിൽ പിടിച്ച് ചെയ്യാൻ പറ്റുന്ന വാക്യൂം ഉണ്ടെങ്കിൽ അതും ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഡസ്റ്റും പിന്നെ പെറ്റ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഹെയർ എടുക്കാനും എല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ലൈറ്റ് വെയ്റ്റ് പോർട്ടബിൾ ആണെങ്കിൽ കുറച്ച് നല്ലതാണ്. പിന്നെ എന്താ പറയുക, കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ളത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി പവർ ഉണ്ടാവും. അപ്പോൾ പിന്നെ ക്വിക്കായിട്ട് ചെയ്യുന്നതിന് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഒരു ഒറ്റ ഇതിൽ തന്നെ നമ്മൾ സർഫസസ് എല്ലാം തന്നെ വൈപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇങ്ങനെ കുറേ നേരം സ്ക്രബ് ചെയ്യാതെ. അപ്പോൾ ഒരുപാട് റിപ്പീറ്റേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നമുക്കത് സമയവും എനർജിയൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് പോരാൻ പറ്റും. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ എയർ ഫ്രഷ്നേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സ്മെല്ലെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു മോട്ടിവേറ്റിംഗ് ആണ്. പിന്നെ ഒരു ഹാപ്പിനെസ്സും ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ കിട്ടും. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നത്തെ ഒരു കാര്യം, പിന്നെ ബ്രൂമും ഡസ്റ്റ് പാനും ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യുക. അതായത് പെട്ടെന്ന് തന്നെ നമ്മൾ അടിച്ചു വാരിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഡസ്റ്റ് പാനിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ചുമ്മാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന്
അടിച്ചു വാരി ഡസ്റ്റ് അവിടെ എവിടെയും പോവാണ്ട് നോക്കുക. അപ്പോൾ അത് കുറച്ച് നമ്മൾ എഫിഷ്യൻ്റായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അത് ഒന്ന് നോക്കുക. അപ്പോൾ വാക്യൂം ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം. പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഓർഗനൈസ് ചെയ്ത് വെക്കുക. ലൈക്ക് കീസ്, റിമോട്ട്, ഷൂസ്, ഇതിനെല്ലാം കറക്റ്റ് സ്പോട്ട് ഉണ്ടാവുക. അപ്പോൾ അത് തന്നെ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. പിന്നത്തെ ഒരു കാര്യം, നമ്മുടെ ഫ്ലോർസ് ഏറ്റവും ലാസ്റ്റ് ക്ലീൻ ചെയ്യാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ വാക്യൂം മോപ്പും എല്ലാം താഴോട്ട് വീണതിന് ശേഷം താഴെ ക്ലീൻ ചെയ്യുക. അപ്പോൾ നമുക്ക് റിപ്പീറ്റീവായിട്ട് ഓരോ ടാസ്കുകൾ ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അപ്പോൾ അത് എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ സ്പീഡ് ക്ലീനിങ്ങിൽ എപ്പോഴും ആ ഒരു സീക്വൻസ്, ടോപ്പ് ടു ബോട്ടം എന്നുള്ള ആ ഒരു സീക്വൻസ് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യുക. ലൈക്ക് സ്പ്രേ ക്ലീനേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക, വൈപ്സ് യൂസ് ചെയ്യുക, മൾട്ടിപർപ്പസ് സൊല്യൂഷൻസ് യൂസ് ചെയ്യുക. പിന്നെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫിസിക്കലി നമ്മൾ എഫേർട്ട് എടുക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഒഴിവാക്കുക. ഈവൻ ദോ ഫോൺസൊക്കെ നമുക്ക് മോട്ടിവേഷൻ ആണെങ്കിൽ കൂടിയും നമ്മളത് എപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫോണൊക്കെ ഒന്ന് ഓഫ് ചെയ്ത്, നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഓഫ് ചെയ്ത്, അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫോക്കസ്ഡായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയുക, എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് വന്നാൽ നമ്മൾ ആ ക്ലീൻ ചെയ്യുന്ന മൊമെൻറ്റം അങ്ങ് ബ്രേക്ക് ആവും. അപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ പീരിയഡിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതും ഒന്ന് നോക്കുക. പിന്നെ ഒരു നല്ലൊരു ക്ലീനിങ് റുട്ടീൻ ഫോളോ ചെയ്യുക. കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഓരോ സെഷൻ്റെയും വർക്ക് ലോഡ് കുറയ്ക്കുന്നത്. അപ്പോൾ ഡെയിലി, വീക്ക്ലി നല്ലൊരു ക്ലീനിങ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും അത് വീട് മെസ്സാവാതെ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നല്ലൊരു റൂട്ടീൻ ഉണ്ടെങ്കിൽ ടാസ്കുകളെല്ലാം പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവുകയും ചെയ്യും. നമുക്ക് ആ ഒരു ക്ലീനിങ് പാറ്റേൺ തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ മെൻ്റലി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പോൾ ഹാബിറ്റ്സാണ് സ്പീഡ് ക്ലീനിങ്ങിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മിനിമൽ സ്ട്രെസ്സ് വെച്ചിട്ട് നമുക്ക് മാക്സിമം ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സ്പീഡ് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സാണ് ഇന്ന് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ.